ഹലോ, ഇന്നത്തെ എന്റെ റെസിപ്പി ഉണ്ടല്ലോ ചാള മുളകിട്ടതാട്ടോ, അല്ലെങ്കിൽ മത്തി മുളകിട്ടത്. ഇതാ കണ്ടോ, എനിക്ക് ഇന്നലെ ഒരുപാട് മത്തി കിട്ടിട്ടോ. അപ്പൊ ഞാനത് ക്ലീൻ ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോരോ ഡപ്പകളിലാക്കിയിട്ട് വെള്ളം ഒഴിച്ച് ഞാൻ ഫ്രീസറിൽ വെച്ച്. അപ്പൊ ഞാൻ അതിൽ ഒരു ഡപ്പയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് ഞാൻ മത്തി മുളകിട്ട് വെക്കും, കുറച്ച് ഞാൻ വറുക്കാൻ എടുക്കും കേട്ടോ. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഞാൻ അരിഞ്ഞെടുക്കുവാണേ. എന്നിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും ഉലുവയും നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ടുണ്ടല്ലോ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണേ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇത് നല്ലതായിട്ട് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കണേ. ഇനി ഇതിലോട്ടുണ്ടല്ലോ 2 ഫുൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടേ നമുക്ക് പച്ചമണം മാറുന്ന വരെ ഇളക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. നമുക്ക് ഇനി ഇതിലോട്ട് പുളിക്ക് ആവശ്യമായിട്ട് കുറച്ച് വാളംപുളി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് എണ്ണയെല്ലാം നല്ലതായിട്ട് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ചാള ഇട്ട് കൊടുക്കാമേ. ഇനി മസാല എല്ലാ ചാളയിലും മിക്സ് ആവുന്ന രീതിയിൽ നല്ലതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് ചെറു തീയിൽ വേവിച്ചെടുക്കാം കേട്ടോ. എനിക്ക് ചെറിയ ചാളയാട്ടോ കിട്ടി, അതുകൊണ്ട് നമുക്ക് ഒരുപാടിട്ട് ഇളക്കി കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് വലിയ ചാളയൊക്കെയാണെങ്കിൽ നമുക്ക് പിന്നെ സ്പൂൺ കൊണ്ട് ഇളക്കാം. ഇത് ഭയങ്കര കുഞ്ഞു ചാളയാട്ടോ എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇളക്കാൻ നിൽക്കത്തില്ല. പിന്നെ ഈ റെസിപ്പി നമ്മുടെ നെയ്ച്ചാളയിലാണ് ഉണ്ടാക്കുന്നതെങ്കിലുണ്ടല്ലോ അടിപൊളിയായിരിക്കുവേ. നല്ലതായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ട് നമ്മുടെ ചാള മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.